നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷകളിലെ 2024 കറണ്ട് അഫയേഴ്സ് മുഴുവനായിട്ട് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കറണ്ട് അഫയേഴ്സ് സീരീസ് ആണ് നമ്മൾ ആരംഭിക്കുന്നത്. അതായത് ഇപ്പോൾ ഓരോ മാസത്തെയും കറണ്ട് അഫയേഴ്സ് 2 പാർട്ടായിട്ടായിരിക്കും ക്ലാസ് എടുക്കുക. ഇന്ന് എടുക്കാൻ പോകുന്നത് ഡിസംബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. അതിലെ പാർട്ട് 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, എന്താണ്? 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? വയോവന്ദന എന്ന്. ഓക്കെ, അപ്പൊ എന്താണ്? 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണ്? വയോവന്ദന. എന്ത് പദ്ധതിയാണിത്? ആരോഗ്യ ഇൻഷുറൻസ് ആണ്. ഓർത്ത് വെക്കുക, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ആരോഗ്യ ഇൻഷുറൻസ് ആണ്. എത്ര വയസ്സാണ്? 70 വയസ്സ്. അപ്പൊ 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ഒരു ആരോഗ്യ ഇൻഷുറൻസ് ആണ് എന്തെന്ന് പറയുന്നത്? വയോവന്ദന എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയതാരാണ്? ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയതാരാണ്? മാധവ് ഗാഡ്ഗിൽ ആണ്. നമുക്കറിയാം, പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിനാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഹാജർ രേഖപ്പെടുത്തുവാനുള്ള കേന്ദ്ര സർക്കാർ ആപ്പ് ഏത് പേരിലാണ് ആപ്പ് അറിയപ്പെടുന്നത്? ജൻമൻ രേഖ ആപ്പ്. ഓക്കെ, ജൻമൻ എന്നാണ്. ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് ആപ്പിന്റെ പേര്? ജൻമൻ രേഖ ആപ്പ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജൻമൻ രേഖ ആപ്പ് എന്ന് പറയുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കറിയാം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് എന്ത് ചെയ്യുന്ന അവരുടെ ഹാജർ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു ആപ്പാണ് ജൻമൻ രേഖ ആപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. ഡിസംബറിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിലെ നമുക്കറിയാലേ, കഴിഞ്ഞ 2024 ഡിസംബറിലെ ബംഗാൾ ഉൾക്കടലിലൊരു വലിയൊരു ചുഴലിക്കാറ്റ് വീശിയടിക്കണ്ടായില്ലേ? അതിന്റെ പേരെന്തായിരുന്നു? ഫിൻജാൽ എന്നാണ് കേട്ടോ. എന്താണ് പേര്? ഫിൻജാൽ. ഈ ഒരു ചുഴലിക്കാറ്റിനെ പേര് കൊടുത്തതാരാണ്? നമുക്കറിയാം, ഓരോ ചുഴലിക്കാറ്റിനും പേര് ഓരോ രാജ്യം കൊടുക്കാറുണ്ടല്ലേ. അപ്പൊ ഈ ഫിൻജാലിന് പേര് കൊടുത്തതാരാണ് ചോദിച്ചാൽ ആരാണ്? സൗദി അറേബ്യ ആണ്. ആരാണ്? സൗദി അറേബ്യ. അപ്പോൾ ഡിസംബറിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? ഫിൻജാൽ ആണ്. പഠിച്ചു വെച്ചേക്ക. ചുഴലിക്കാറ്റൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് ഫിൻജാൽ. അതിന് പേര് കൊടുത്തതാരാണ്? സൗദി അറേബ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുന്ന ആപ്പ്. ഓക്കെ, എന്താണ് ആപ്പിന്റെ പേര്? അതിഥി ആപ്പ്. ക്ലിയർ അല്ലേ? അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് അതിഥി ആപ്പ് എന്ന് പറയുന്നത്? ഇതര സംസ്ഥാന തൊഴിലാളികളുടെ അവരുടെ എന്താണ് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആപ്പാണ് അതിഥി ആപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അതിഥി ആപ്പ്? ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതിഥി ആപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. ഫുട്ബോൾ ലോകകപ്പിന്റെ വേദിയെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നമുക്കറിയാലേ, ഓരോ 4 വർഷം കൂടുമ്പോൾ എന്തുണ്ടാവാറുണ്ട്? വേൾഡ് ഫുട്ബോൾ ലോകകപ്പ് നടത്താറുണ്ട് അല്ലേ? അപ്പോൾ 2022 കഴിഞ്ഞത് എന്നായിരുന്നു? എവിടെ വെച്ചിട്ടായിരുന്നു? ഖത്തറിൽ വെച്ചിട്ടായിരുന്നു അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലേ, 2022 ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി എന്ന് പറയുന്നത് എവിടെയായിരുന്നു? ഖത്തറാണ്. ഇനിയില്ലേ 4 വർഷം കഴിഞ്ഞിട്ട് 2026 ഇനി അടുത്തൊരു വേൾഡ് ഫുട്ബോളിന്റെ വേദി വരാൻ പോകുന്നത് അല്ലേ? എവിടെ വെച്ചിട്ടാണ്? 3 സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് കേട്ടോ. 2026 നടക്കാൻ പോകുന്നത് എവിടെ വെച്ചിട്ടാണ്? 3 സ്ഥലങ്ങളിലാണ്. ഏതൊക്കെയാണ്? US ഉണ്ട്, മെക്സിക്കോ, കാനഡ. ഓക്കെ, 3 രാജ്യങ്ങളാണ്. ഓർത്ത് വെച്ചേക്ക്. ഏതൊക്കെയാണ്? 2026 നടക്കാൻ പോകുന്നത് US, മെക്സിക്കോ, കാനഡ. ഈ 3 രാജ്യങ്ങൾ വെച്ചിട്ടാണ് ഫുട്ബോൾ ലോകകപ്പ് 2026 നടക്കുന്നത്. ക്ലിയർ അല്ലേ? അതിനുശേഷം 4 വർഷം കഴിഞ്ഞിട്ട് 2030 ആണ് അല്ലേ? 4 വർഷം കഴിഞ്ഞാൽ 2030 അത് എവിടെ വെച്ചിട്ടാണ് ചോദിച്ചാൽ എവിടെയാണ്? സ്പെയിനിൽ വെച്ചിട്ടാണ്. എവിടെ വെച്ചിട്ടാണ്? സ്പെയിനിൽ വെച്ചിട്ടാണ്. വീണ്ടും 3 വർഷം കഴിഞ്ഞാൽ 40 അല്ല 34 ആണ്. ഓക്കെ, 2034 എവിടെ വെച്ചിട്ടാണ്? സൗദി അറേബ്യ. ഇതൊന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഈ 2026 നിർബന്ധമായിട്ട് പഠിക്കട്ടോ. അപ്പൊ എവിടെയാണ് 2026 നടക്കുന്നത്? US, മെക്സിക്കോ, കാനഡയിലാണ് അല്ലെ? അടുത്ത 4 വർഷം കഴിഞ്ഞിട്ട് 2030 സ്പെയിനിലും അതിനുശേഷം സൗദി അറേബ്യയും. അത് ജസ്റ്റ് ഒരു ഓർഡർ ഒന്ന് ഓർത്ത് വയ്ക്കേട്ടാ. അപ്പൊ കഴിഞ്ഞത് എവിടെ വെച്ചിട്ടായിരുന്നു? ഖത്തറിൽ വെച്ചിട്ടാണ് അല്ലെ? അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? അതിനുശേഷം ഇനി വരാൻ പോകുന്നത് US, മെക്സിക്കോ, കാനഡയിലാണ്. അതിനുശേഷം 2030 സ്പെയിനിലും 2034 എവിടെ വെച്ചിട്ടാണ്? സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയർ 2024 തിരഞ്ഞെടുത്തത് ആരെയാണ് അല്ലെ? അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിനെയാണ് ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാഷണൽ ഗെയിംസ് 2025 വേദി എവിടെയാണ്? ഉത്തരാഖണ്ഡ് ആണ് കേട്ടോ. അപ്പൊ നാഷണൽ ഗെയിംസ് 2025 വേദി എവിടെയാണ് വരാൻ പോകുന്നത്? ഉത്തരാഖണ്ഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള തോപ്പിൽ ഭാസി അവാർഡ് നേടിയത് ആരാണ്? പെരുമ്പടവം ശ്രീധരനാണ് കേട്ടോ. ആർക്കാണ്? പെരുമ്പടവം ശ്രീധരനാണ് സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള അല്ലെ തോപ്പിൽ ഭാസി അവാർഡ്. എന്ത് അവാർഡാണ്? തോപ്പിൽ ഭാസി അവാർഡ്. ആരാ നേടിയത്? പെരുമ്പടവം ശ്രീധരനാണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയാവാൻ പോകുന്നത് എവിടെയാണ്? ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ എവിടെയാണ് അല്ലെ? ആസാമിലെ ഗുവാഹത്തിയിലാണ്. എവിടെ വെച്ചിട്ടാണ്? ആസാമിലെ ഗുവാഹത്തിയിലാണ്. അപ്പൊ ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ എവിടെ വെച്ചിട്ടാണ് ചോദിച്ചാൽ എവിടെയാണ്? ആസാമിലെ ഗുവാഹത്തി. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് 10 കറണ്ട് അഫയേഴ്സ് ആണ് നോക്കിയിട്ടുള്ളത്. ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് വരാം. ഓക്കെ, അപ്പൊ അല്ലേ വയോവന്ദന എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? ആരോഗ്യ ഇൻഷുറൻസ് ആണ് അല്ലെ? എത്ര വയസ്സ് കഴിഞ്ഞവർക്ക്? 70 വയസ്സ് കഴിഞ്ഞവർക്ക്. ഓക്കെ, ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് ആരാ നേടിയത്? ആരാണ്? മാധവ് ഗാഡ്ഗിലാണ്. ക്ലിയർ അല്ലേ? അടുത്തത് അല്ലേ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഹാജർ രേഖപ്പെടുത്താനുള്ള ആപ്പ് ഏതാണ്? ജൻമൻ രേഖ ആപ്പ്. പിന്നെ അല്ലേ ഡിസംബറിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? ഫിഞ്ചാല്. അതിന് പേര് കൊടുത്തത് ആരാണ്? സൗദി അറേബ്യ. പിന്നെ അല്ലേ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഇൻഷുറൻസ് പരിരക്ഷ അല്ലെ അതുമായി ബന്ധപ്പെട്ട ആപ്പ് ഏതാണ് ചോദിച്ചാൽ ഏതാണ്? അതിഥി ആപ്പ്. അടുത്തത് ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി അല്ലെ 2022 കഴിഞ്ഞത് എവിടെ വെച്ചിട്ടായിരുന്നു? ഖത്തറിലായിരുന്നു. ഇനി വരാൻ പോകുന്നത് US, മെക്സിക്കോ, കാനഡ അല്ലെ 2026 2030 സ്പെയിനും അതിനുശേഷം സൗദി അറേബ്യയുമാണ്. ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ടൈം മാഗസിൻ ഓഫ് ദി പേഴ്സൺ എന്നറിയപ്പെടുന്നത് അല്ലെ തെരഞ്ഞെടുത്തത് ആരെയാണ്? ഡൊണാൾഡ് ട്രംപിനെയാണ്. ആരാണ് ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുത്തത്? ആരെയാണ്? ഡൊണാൾഡ് ട്രംപ്. നാഷണൽ ഗെയിംസിന്റെ വേദി 2025 വരാൻ പോകുന്ന നാഷണൽ ഗെയിംസിന്റെ വേദി എവിടെയാണ്? ഉത്തരാഖണ്ഡ് ആണ്. പിന്നീട് അല്ലെ പെരുമ്പടവം ശ്രീധരനല്ലേ എന്ത് അവാർഡാണ് ലഭിച്ചത്? തോപ്പിൽ ഭാസി അവാർഡ് അല്ലെ എന്ത് അവാർഡാണ്? തോപ്പിൽ ഭാസി അവാർഡ്. പിന്നെ അല്ലെ ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയാവാൻ പോകുന്ന എവിടെയാണ് അല്ലെ? ആസാമിലെ ഗുവാഹത്തിയാണ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ 10 വർഷത്തിലേറെയായി ക്ലെയിം ചെയ്യപ്പെടാതെ കിടക്കുന്ന നിക്ഷേപങ്ങളുടെ പണം ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോർട്ടൽ RBIയുടെ പോർട്ടലിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. അപ്പൊ അതായത് 10 വർഷത്തിലേറെ ആയിട്ട് എന്താണ് ഒരു ഡെപ്പോസിറ്റിന് മേലിൽ ആ ഒരു ക്ലെയിം ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു എമൗണ്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് RBI ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പോർട്ടലാണ് എന്ത്? ഉദ്ഗം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? RBI ലോഞ്ച് ചെയ്ത ഉദ്ഗം പോർട്ടൽ. ക്ലിയർ അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? 10 വർഷം അല്ലേ? ഓർത്ത് വെച്ചേക്കാം. 10 വർഷത്തിലേറെയായിട്ട് ക്ലെയിം ചെയ്യാതെ കിടക്കുന്ന നിക്ഷേപങ്ങളുടെ പണം ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് RBI കൊണ്ടുവന്ന പോർട്ടലാണ് ഏത്? ഉദ്ഗം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂയോർക്ക് ഫിലിം ക്രിട്ടിക് സർക്കിളിന്റെ ബെസ്റ്റ് ഇന്റർനാഷണൽ ഫിലിം ടൈറ്റിൽ സ്വന്തമാക്കിയത് എന്തിന്റെയാണ്? ന്യൂയോർക്ക് ഫിലിം ക്രിട്ടിക് സർക്കിളിന്റെ അല്ലെ. അപ്പൊ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഈ ന്യൂയോർക്ക് ഫിലിം ക്രിട്ടിക്സ് അവാർഡ് കുറച്ച് മുന്നേ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്താണ് ക്വസ്റ്റ്യൻ? ന്യൂയോർക്ക് ഫിലിം ക്രിട്ടിക്സ് സർക്കിളിന്റെ ബെസ്റ്റ് ഇന്റർനാഷണൽ ഫിലിം ടൈറ്റിൽ അല്ലെ നേടിയത് ഏതിനാണ്? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന പടത്തിനാണ്. ഏതാ പടം? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് അല്ലെ. നമ്മുടെ പായൽ കബാഡിയ സംവിധാനം ചെയ്ത പടമാണ് കേട്ടോ. നമ്മുടെ കനി കുസൃതിയൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു പടമാണ് ഏതാ? ഈ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന പടം കേട്ടോ. അപ്പൊ ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു ചോദ്യമാണ്. എന്ത് അവാർഡാണ് കിട്ടിയിട്ടുള്ളത് ഇതിന്? ന്യൂയോർക്ക് ഫിലിം ക്രിട്ടിക് സർക്കിളിന്റെ ബെസ്റ്റ് ഇന്റർനാഷണൽ ഫിലിം ടൈറ്റിൽ സ്വന്തമാക്കിയതാണ്. ഏതാ പടം ചോദിച്ചാൽ ഏതാണ്? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. എന്താണ്? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. സംവിധായകന്റെ പേര് പഠിച്ചു വെച്ചേക്കാം, പായൽ കബാഡിയ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2025 AI ആക്ഷൻ ഉച്ചകോടി നടക്കാൻ പോകുന്നത് നമുക്കറിയാം AI അല്ലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അല്ലെ അത് 2025 അതിന്റെ ഒരു ആക്ഷൻ ഉച്ചകോടി നടക്കാൻ പോകുന്നുണ്ട്. എവിടെ വെച്ചിട്ടാണ്? ഫ്രാൻസിൽ വെച്ചിട്ടാണ്. എവിടെ വെച്ചിട്ടാണ്? ഫ്രാൻസിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പം 2025 AI ആക്ഷൻ ഉച്ചകോടി എവിടെ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്? ഫ്രാൻസിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2023 JC ഡാനിയൽ പുരസ്കാരം നേടിയത് ആരാണ് അല്ലേ? മലയാളി സംവിധായകനായ ഷാജി N കരുണാണ് എന്ത് നേടിയിട്ടുള്ളത്? 2023 JC ഡാനിയൽ പുരസ്കാരം. 2023 ഇപ്പോഴാണ് കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് 2023 അവാർഡ് ഈ 2024 ഡിസംബറിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ JC ഡാനിയൽ അവാർഡ്
നേടിയിട്ടുള്ളത് ആരാണ്? ഷാജി എൻ കരുൺ ആണ് അല്ലേ. മലയാള സംവിധായകനാണ് അല്ലേ. പഴയ ഒരുപാട് പടങ്ങളിലെ പിറവി, അതുപോലെ വാനപ്രസ്ഥം, ഇതൊക്കെ സംവിധാനം ചെയ്തതാരാണ്? ഷാജി എൻ കരുൺ ആണ് കേട്ടോ. ഓർത്ത് വെച്ചേക്കാം. 2023 ജേഴ്സി ഡാനിയൽ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ഷാജി എൻ കരുൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയത് അല്ലേ, ആരാണ് നേടിയത്? ഡി ഗുഗേഷ് ആണ് അല്ലേ. അറിയാലേ എല്ലാവർക്കും അല്ലേ. എവിടുത്തുകാരനാണ്? നമ്മുടെ തമിഴ്നാട്ടുകാരനാണ് ഡി ഗുഗേഷ് എന്ന് പറയുന്നത്. ഇപ്പൊ 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയത് ആരാണ്? ഡി ഗുഗേഷ്. അടുത്ത ക്വസ്റ്റ്യൻ, രത്തൻ ടാറ്റയുടെ ജീവചരിത്രം. ഓക്കെ, അപ്പൊ അദ്ദേഹം മരിച്ച കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്രമാണ് രത്തൻ ടാറ്റ എ ലൈഫ്. ഓക്കെ, രത്തൻ ടാറ്റ എ ലൈഫ് അല്ലേ. ഇത് എഴുതിയത് ആരാണ്? എഴുതിയത് തോമസ് മാത്യു ആണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഈ ഒരു ജീവചരിത്രം എഴുതിയത് തോമസ് മാത്യു. ക്ലിയർ അല്ലേ? അപ്പൊ രത്തൻ ടാറ്റയുടെ ജീവചരിത്രം എന്താണ്? രത്തൻ ടാറ്റ എ ലൈഫ് എന്നാണ്. ഇത് എഴുതിയ വ്യക്തി ആരാണ് ചോദിച്ചാൽ ആരാണ്? തോമസ് മാത്യു ആണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. മഹാരാഷ്ട്രയിലെ അല്ലേ പുതുതായിട്ട് മുഖ്യമന്ത്രി മാറിയില്ലേ. അപ്പൊ മഹാരാഷ്ട്രയിൽ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ദേവേന്ദ്ര ഫട്നാവിസ് ആണ് അല്ലേ. അപ്പൊ ആരാണ്? ദേവേന്ദ്ര ഫട്നാവിസ്. അപ്പൊ മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി ആരാണ്? ദേവേന്ദ്ര ഫട്നാവിസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സൂര്യ പഠനത്തിനായി യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ISROയും സംയുക്തമായി നടത്തുന്ന ഇരട്ട പേടക ദൗത്യമാണ് പ്രോബാ 3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പ്രോബാ 3 എന്ന് പറഞ്ഞാല്? പ്രോബാ 3 എന്ന് പറഞ്ഞാല് സൂര്യപഠനത്തിന് വേണ്ടിയിട്ട് യൂറോപ്യൻ സ്പേസ് ഏജൻസിയും അതുപോലെ ISROയും കൂടി സംയുക്തമായി നടത്തുന്ന ഇരട്ട പേടക ദൗത്യമാണ് പ്രോബാ 3 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. RBIയുടെ അല്ലേ പുതിയ ഗവർണർ അല്ലെ മാറിയിട്ടുണ്ട്. അപ്പൊ പുതിയ ഗവർണർ ആരാണ്? RBIയിലെ സഞ്ജയ് മൽഹോത്രയാണ് കേട്ടോ. ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. അദ്ദേഹം ഒരു റവന്യൂ സെക്രട്ടറി ആയിരുന്നു. ഇപ്പൊ എന്താണ്? 26ാമത് അല്ലേ. ഓക്കെ, 26ാമത് RBIയുടെ ഗവർണറായിട്ട് മാറിയായി. ആരാ? സഞ്ജയ് മൽഹോത്ര എന്ന് പറയുന്നത്. അപ്പൊ RBIയുടെ പുതിയ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. എത്രാമത് വ്യക്തിയാണെന്ന് ചോദിക്കാം. എത്രാമത്തെയാണ്? 26ാമത്തെ. എത്രാമത്തെയാണ്? 26. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ 14 ജില്ലകളിലും നടത്തുന്ന താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കരുതലും കൈത്താങ്ങും എന്നാണ്. ഓക്കെ, എന്താണ് കരുതലും കൈത്താങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ 14 ജില്ലകളിലും കൂടിയിട്ട് എന്ത് ചെയ്യാണ്? അവരുടെ പരാതി പരിഹാരത്തിന് വേണ്ടിയിട്ട് ഒരു അദാലത്ത് നടത്തുകയാണ്. അത് എങ്ങനെയാണ്? താലൂക്ക് തലത്തിൽ. ആ ഒരു ഇതിന്റെ പേരാണ് എന്താ? കരുതലും കൈത്താങ്ങും എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്ത് വെച്ചേക്കാം. എന്താണ് കരുതലും കൈത്താങ്ങും? അപ്പൊ നമുക്ക് ഇപ്പൊ കഴിഞ്ഞ 10 ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി റിവൈസ് ചെയ്യാം അല്ലേ. ഉദ്ഗം എന്താണ് അല്ലെ? RBIയുടെ ഒരു പോർട്ടലാണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? 10 വർഷമായിട്ടും ക്ലെയിം ചെയ്യപ്പെടാതെ കിടക്കുന്ന നിക്ഷേപങ്ങളുടെ പണം എന്ത് ചെയ്യാണ്? ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് RBI ഉപയോഗിക്കുന്ന ഒരു പോർട്ടലാണ് ഉദ്ഗം എന്ന് പറഞ്ഞത് ഇല്ലേ. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് അല്ലെ. പായൽ കപാടിയ സംവിധാനം ചെയ്ത ഈ പടത്തിനാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? ന്യൂയോർക്ക് ഫിലിം ക്രിറ്റിക്സ് സർക്കിളിന്റെ ബെസ്റ്റ് ഇന്റർനാഷണൽ ഫിലിം ടൈറ്റിൽ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ. 2025 AI ആക്ഷൻ ഉച്ചകോടി നടക്കാൻ പോകുന്നത് എവിടെ വെച്ചിട്ടാണ്? ഫ്രാൻസിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ AI ആക്ഷൻ ഉച്ചകോടി എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ ഉച്ചകോടിയാണ് കേട്ടോ. അപ്പൊ അത് എവിടെയാണ് വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്? ഫ്രാൻസിൽ വെച്ചിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, JC ഡാനിയൽ അവാർഡിലെ ആരാ നേടിയത്? ഷാജി എൻ കരുണാണ്. അടുത്തത് അല്ലെ 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ആരാണ്? ഡി ഗുഗേഷ് ആണ് നേടിയിട്ടുള്ളത്. പിന്നെ അല്ലേ രത്തൻ ടാറ്റയുടെ ജീവചരിത്രമാണ് എന്താ? രത്തൻ ടാറ്റ എ ലൈഫ്. അത് എഴുതിയത് ആരാണ്? തോമസ് മാത്യു. മറക്കരുത്, ആരാണ്? തോമസ് മാത്യു. മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ആരാണ്? ദേവേന്ദ്ര ഫട്നാവിസ്. ആരാണ്? ദേവേന്ദ്ര ഫട്നാവിസ്. ഇനി പ്രോബാ 3 എന്ന് പറഞ്ഞാൽ എന്താ? എന്തിനു വേണ്ടിയിട്ടാണ് പ്രോബാ 3 എന്ന് പറഞ്ഞാൽ അല്ലെ? സൂര്യപഠനത്തിനായിട്ട് യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ISROയും കൂടി സംയുക്തമായി നടത്തുന്ന ഇരട്ട പേടക ദൗത്യമാണ് എന്താ? പ്രോബാ 3 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തതിലെ സഞ്ജയ് മൽഹോത്ര. ആരാണ് സഞ്ജയ് മൽഹോത്ര എന്ന് പറയുന്നത്? അല്ലെ ഇപ്പത്തെ RBIയുടെ പുതിയ ഗവർണർ ആണ് അല്ലെ. 26ാമത്തെ ഗവർണർ ആണ് ആര്? സഞ്ജയ് മൽഹോത്ര എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചേക്ക്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് RBIയുടെ ഗവർണർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പൊ മാറിയത് കൊണ്ട് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇനിയില്ലേ കരുതലും കൈത്താങ്ങും അല്ലെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പരിപാടി?
അല്ലെ? പരാതി പരിഹാര അദാലത്താണല്ലേ കരുതലും കൈത്താങ്ങും എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? മന്ത്രിമാരുടെ നേതൃത്വത്തിൽ 14 ജില്ലകളിൽ കൂടി നടത്തുന്ന എന്താണ് താലൂക്ക് തല പരാതി പരിഹാര അദാലത്താണ് എന്താ കരുതലും കൈത്താങ്ങും. ക്ലിയർ അല്ലേ ഇത്രയും പറഞ്ഞത്? അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി ഓക്കെ എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? തൃശ്ശൂരാണ്. ക്ലിയർ അല്ലേ? എവിടെ വെച്ചിട്ടാണ് കേരള ശാസ്ത്ര കോൺഗ്രസ് നടക്കാൻ പോകുന്നത്? തൃശ്ശൂർ വെച്ചിട്ടാണ്. നെക്സ്റ്റ് ഡിസംബർ 10 മനുഷ്യാവകാശ ദിനാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനാണ്. ഈ 2024 ഡിസംബർ 10 മനുഷ്യാവകാശ ദിന പ്രമേയം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ. എന്താണ്? അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ അല്ലെ? മനുഷ്യാവകാശം എന്ന് പറഞ്ഞ എന്താണ്? മനുഷ്യാവകാശം എന്ന് പറയുന്നത് അല്ലേ ഹ്യൂമൻ റൈറ്റ്സ് അല്ലെ? ഹ്യൂമൻ റൈറ്റ്സ് അല്ലെ? ഇവിടെ ഉണ്ട് അല്ലെ ഈ റൈറ്റ്സ് അല്ലെ? ഇവിടെ 2 പ്രാവശ്യം തുടങ്ങുമ്പോഴും റൈറ്റ്സ് ഉണ്ട്, അവസാനിക്കുമ്പോഴും റൈറ്റ്സ് ഉണ്ട്. അങ്ങനെ കണക്ട് ചെയ്ത് വെക്കല്ലേ. അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ അല്ലെ? അപ്പൊ അതെന്താണ്? ഡിസംബർ 10 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയമാണ്. ഓക്കെ ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് പാർട്ട് 2 ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതെന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ചെടുക്കുക. ഓക്കെ ക്ലിയർ അല്ലേ? അപ്പോൾ ഓക്കെ താങ്ക് യു.